ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. അൽഹംദുലില്ലാ ഞങ്ങൾ ഉംറയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് വെക്കുന്നത് നമ്മൾ എന്തായാലും പോകുന്നതിന് മുന്നെയാണ്. പക്ഷെ ഞാൻ വോയിസ് ഓവർ ഇടുന്നത് ഞങ്ങൾ വന്നതിന് ശേഷമാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുപോയ സാധനങ്ങളിൽ എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെനിക്ക് ഞങ്ങൾ പോയി വന്നതിന് ശേഷം പറയുമ്പോഴാണ് ഒന്നും കൂടി നന്നായിരിക്കുക. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ബാഗും പിന്നെ വേറെ ബാഗും കൂടി ഉണ്ടായിരുന്നു, അത് രണ്ടുമാണ് എടുത്തത്. ഇതിൽ മൊത്തം നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ കാര്യങ്ങളാണ് ഇട്ടത്. പിന്നെ വേറെ ബാഗിൽ ഫുഡ് ഐറ്റംസും വാട്ടർ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് വേറൊരു ബാഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ പോരുന്നത് നാട്ടിൽ നിന്നല്ല, നമ്മളിവിടെ ദമാമിലാണുള്ളത്. ഇവിടെ നമുക്കൊരു 15-16 മണിക്കൂർ യാത്രയുണ്ട് നമുക്ക് ബസ്സിനാണെങ്കിൽ. അപ്പം ആ ഒരു യാത്രയിലുള്ള ആവശ്യങ്ങൾക്കുള്ളതാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഒരു 5-6 ദിവസത്തേക്കുള്ള യാത്രയാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഒരു 5 ദിവസം നമ്മളിവിടുന്ന് ബുധനാഴ്ച പോയിട്ട് ഞായറാഴ്ചയാണ് നമ്മളിവിടെ തിരിച്ചെത്തിയത്. അപ്പോൾ ഇത്രയും ദിവസത്തെ ഒരു പാക്കിംഗ് ആണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പം ഞാൻ ടോട്ടലി എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ അങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് പറയാനൊന്നും കൂടി അതായിരിക്കും സുഖമായിട്ട് തോന്നിയതുള്ളത്. അപ്പം നമുക്ക് വേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ നീഡ്സാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഡെയിലി നമ്മൾ എത്ര ദിവസത്തിനാണോ പോകുന്നത് അത്രയും ദിവസത്തേക്കുള്ള ഡ്രസ്സ് നമുക്ക് മസ്റ്റായിട്ടും വേണം. കാരണം പോയ സ്ഥലത്തൊന്ന് അലക്കാനോ അത് വീണ്ടും ഇടാനൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ കയറുന്ന ബാത്റൂം ടോയ്ലറ്റുകളെല്ലാം കുറച്ച് മോശമാണ്. ചില സ്ഥലത്തൊക്കെ നമ്മൾ ഈ പമ്പിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഒരുപാട് ഇതുപോലെ വരുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് ഇട്ട ഡ്രസ്സ് അഴിച്ചിട്ട് വീണ്ടും അതന്നെ ഇട്ട് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ എടുക്കാം എന്ന് വിചാരിച്ചത്. എന്നാൽ തന്നെ എനിക്ക് ഫസ്റ്റ് ഡേ ഇട്ട പർദ്ദ വീണ്ടും ഇടേണ്ടി വന്നു. കാരണം എനിക്ക് തികഞ്ഞില്ല. ഞങ്ങൾ രാത്രിയും രാവിലെയൊക്കെ ഉംറയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഈ ഇഹ്റാം കെട്ടി പിന്നെ ഇടുമ്പോൾ എന്തായാലും ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ ഇടണം എന്നാണ്. അതുകൊണ്ട് ഇപ്പോൾ എടുത്തത് ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ കുറച്ച് ഡ്രസ്സുകൾ മോൻ്റെത് അവർക്കൊക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ. അവരൊക്കെ കണക്കിനനുസരിച്ച് തന്നെ അവർക്ക്. പിന്നെ നൈറ്റിൽ നമ്മൾ ഓവർ ഡ്രസ്സ് എടുക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഒന്നൊക്കെ രണ്ടെണ്ണം നമ്മൾ എടുക്കണമെങ്കിൽ എടുത്താൽ മതി. കാരണം നൈറ്റിലൊന്നും അങ്ങനെ മാറ്റിയിട്ട് കിടന്നുറങ്ങാനുള്ള സമയമൊക്കെ വളരെ കുറവാണ്. പിന്നെ ഞാൻ കുറച്ച് ടിഷ്യൂസൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് നല്ല ഹെൽപ്ഫുള്ളായി, പല കാര്യത്തിനും ഉപയോഗം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോർമലി ഫോൺ ഇടാൻ വേണ്ടിയിട്ടൊരു ചെറിയ ബാഗ് എടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ നല്ല കാലുവേദനയൊക്കെ ഉണ്ടാവുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ നടക്കാനുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഹീറ്റ് ലോഷനൊക്കെ എടുത്തത്. പിന്നെ കത്രിക എന്തായാലും എടുക്കണം. അവിടെ നമുക്ക് മുടി കട്ട് ചെയ്ത് തരാനൊക്കെ ഭയങ്കര റേറ്റാണ്. നമ്മൾ തന്നെ എടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. പിന്നെ നോർമലിയുള്ള സോപ്പ് കോൾഗേറ്റൊക്കെ എടുക്കുക. പിന്നെ ഞാൻ മോനും കൂടി ഉണ്ടായതുകൊണ്ട് ഒരു ലോഷൻ കുറച്ച് എണ്ണയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലിപ്പിൽ ഇടുന്ന വാസ്ലിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സ്പ്രേ കാര്യങ്ങളൊന്നും ഓവർ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ആണുങ്ങൾക്ക് മാത്രം അവരെ ഇഹ്റാം കെട്ടുന്നതിന് മുന്നേ താടിയിലൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലും സുഗന്ധമാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇഹ്റാമിൻ്റെ വസ്ത്രത്തിലാക്കാൻ പാടില്ല എന്നാണുള്ളത്. അപ്പം ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞാൻ എടുത്തത്. പിന്നെ മോസ്റ്റ്ലി ഇമ്പോർട്ടൻറ്റ് മെഡിസിൻസ് ആണ്. അപ്പോൾ നാട്ടിൽ നിന്ന് വരികയാണെങ്കിലും ഇവിടുന്ന് പോവുകയാണെങ്കിലും അത്യാവശ്യം നമുക്ക് വേണ്ട മെഡിസിൻസ് നമ്മളെ കയ്യിൽ വേണം. ഈ ഒരാഴ്ചയ്ക്ക് ആണെങ്കിൽ പോലും നമുക്ക് ഈ കാലാവസ്ഥ മാറുമ്പോഴും ഒക്കെ പലതായിട്ടും ജലദോഷമോ പനിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് നമുക്ക് ഈ ഉംറയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു മെഡിസിൻ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നന്നായിരിക്കും. അപ്പോൾ പൊതുവേ ഞാൻ പനി, ജലദോഷം, കഫക്കെട്ട്, അതേപോലെ തലവേദന, നീരിറക്കം അങ്ങനെൻ്റെ മരുന്നും പിന്നെ വയറുവേദന, പല സ്ഥലത്തും നമ്മൾ ഫുഡ് കഴിക്കുക. അപ്പം നമുക്ക് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ദഹനത്തിൻ്റെ ഉള്ള മരുന്നും എടുത്തിട്ടുണ്ടായിരുന്നു. മോനും അവൻ്റെ ഛർദിയുടെയും പിന്നെ പനിയുടെ മരുന്ന് അവനും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഡ്രസ്സുകൾ കൊണ്ടുപോകുമ്പോൾ ഒന്നെങ്കിൽ ഡ്രസ്സുകളെല്ലാം ഓരോ കവറിലിട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ കുറച്ച് കവർ കയ്യിൽ വെക്കുക. കവറുകൾ അത്യാവശ്യമാണ്. നമുക്ക് അവിടെ പോയ നമ്മൾ ചെരുപ്പുകൾ ഇടാൻ വേണ്ടിയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം ഫ്രഷ് ആയി കഴിഞ്ഞാൽ അലക്കാനുള്ള തുണികൾ നമുക്ക് വേറെ വെക്കേണ്ടി വരും. നമ്മൾ നല്ല തുണികൾ കൂടെ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ
അപ്പോൾ അതിന് കവറുകൾ കുറച്ച് കയ്യിൽ വയ്ക്കുക, അതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഡ്രസ്സുകൾ തന്നെ ഓരോ കവറിലിട്ടാണ് കൊണ്ടുപോയിരുന്നത്. ഞാനിത് അറിഞ്ഞിട്ട് എടുത്തതല്ല, എനിക്കങ്ങനെ കവറുകൾ അങ്ങനെ ഇടുമ്പോൾ ഒരു നല്ലതായിട്ട് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊണ്ടുപോയതാണ്. പക്ഷെ അത് ഞങ്ങൾക്ക് നന്നായിട്ട് ഹെൽപ്ഫുള്ളായി എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഓരോ കാര്യങ്ങളും ഓരോ വേറെ വേറെ കവറിലും, പിന്നെ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ കുറച്ച് സെപ്പറേറ്റ് നമ്മൾ കയ്യിലെടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നമ്മളെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ട, ഇപ്പം ഖുർആൻ അല്ലെങ്കിൽ നമുക്കിങ്ങനെ മാലകളൊക്കെ നമുക്ക് വേണമെങ്കിൽ അത് എടുക്കണമെങ്കിൽ എടുക്കാം, ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷെ അവിടെ അതൊക്കെ ഉണ്ട്, നമ്മൾ ഹറമിലാണെങ്കിലും നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമിലാണെങ്കിൽ പോലും അതൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ അതെല്ലാം അവിടെ തന്നെ ഉണ്ടാവും. ഇത്രയൊക്കെ സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ 2 ബാഗിൽ, ഈ ഒരു ബ്ലൂ ബാഗിൽ ഫുഡ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു. കാരണം ബസ് എപ്പോഴും നിർത്തണം എന്നില്ല, പിന്നെ മോനോടി ഉണ്ടായതുകൊണ്ട് ഇടയ്ക്ക് വിശക്കും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം, കുറച്ച് ജ്യൂസ് കാര്യങ്ങളൊക്കെ അടിച്ച് കുപ്പിയിലൊക്കെ ആക്കി ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെയാണ്. പിന്നെ ഇങ്ങനത്തെ ഹെഡ് ക്യാപ്പ് എടുക്കാൻ മറക്കരുത്, അത് നമ്മൾ ഷോള് കറക്റ്റ് നിൽക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ പാസ്പോർട്ട് നിർബന്ധമാണ്. പിന്നെ അതേപോലെ നമുക്ക് മദീനയിലേക്ക് പോകുമ്പോൾ റൗള ഷെരീഫിൽ കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് നുസൂക്ക് എന്ന് പറഞ്ഞൊരു ആപ്പിൽ പെർമിറ്റ് എടുക്കണം. അപ്പോൾ അതറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഉംറ ചെയ്യാനുള്ള ഭാഗ്യം ഇൻഷാ അല്ലാഹ് ഉണ്ടാവട്ടെ. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.